ഏവർക്കും നമസ്കാരം. ന്യൂസ് ഇന്ത്യ തദ്ദേശം 2025 പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഇന്റർവ്യൂവിന്റെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുന്നത് കരകുളം ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാറ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രമോദ് സാമുവലാണ്. അദ്ദേഹത്തോട് ഈ വാർഡിലെ വിശേഷങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് മാറ്റിവെക്കാം. ശ്രീ പ്രമോദ് സാമുവൽ, താങ്കൾ ആദ്യമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിനു മുൻപ് രാഷ്ട്രീയ പ്രവർത്തനവുമായി വളരെയധികം കാലഘട്ടങ്ങളിൽ 2 സ്ഥലങ്ങളിലായി പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിന്നൊരു വ്യക്തിയാണ് എന്നുള്ളത് പറഞ്ഞു കേട്ട് ആ ഒരു അറിവുമായിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കരകുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെയേറെ കാലമായി ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ഏത് തരത്തിലാണ് കാണുന്നത്? ഇത്തവണ എങ്ങനെ വിജയസാധ്യത എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ എത്രത്തോളം വലുതായി ലഭിക്കുന്നുണ്ട്? ഈ ഒരു തിരഞ്ഞെടുപ്പ് നിലവിലെ ഭരണവിരുദ്ധ വികാരം ഉണർത്തുന്ന ഒന്നാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ചോദിക്കാനുള്ളത്. തീർച്ചയായും ഇപ്പോൾ ഒരു ഭരണ തുടർച്ച LDFന് കിട്ടത്തില്ല. നമ്മൾ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഉറപ്പായി പറയാനുള്ളത്. വളരെ അഴിമതി കണ്ടു തന്നെയാണ് ഇവിടുത്തെ ജനം വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപയാണ് കരകുളം സ്വിമ്മിംഗ് പൂളിന് വേണ്ടി തന്നെ ചിലവാക്കി. അവിടെ നിങ്ങൾക്കറിയാം, അവിടെ ഒന്ന് കുളിക്കാനോ ഒന്നിനും സൗകര്യമില്ലാതെ ഫണ്ട് ചിലവാക്കിയതല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ കുടിവെള്ളം പല സ്ഥലങ്ങളിലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വികസന റോഡുകൾ പല സ്ഥലങ്ങളിലെ റോഡ് പൊളിഞ്ഞു കിടക്കുക. ഇത്രയും ഏകദേശം ഒരു 40 വർഷത്തിന് മുകളിൽ ഭരണമുള്ള കരകുളം പഞ്ചായത്ത്, LDF ഭരിക്കുന്ന കരകുളം പഞ്ചായത്തിൽ 1-2 വാർഡിൽ ചില സ്ഥലങ്ങളിൽ ഒരു വികസനം ഉണ്ടാക്കിയിട്ട് അതിനെ എടുത്തു കാണിച്ചാണ് പൊതുവെ ഒരു വികസനം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓണക്കാലത്ത് നമുക്കറിയാം പൂക്കൃഷി എന്നും പറഞ്ഞുകൊണ്ട് പൈപ്പ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടമുണ്ടാക്കി. എന്നാൽ പൂക്കൃഷി ചെയ്ത് അതിനെടുത്ത് കച്ചവടം അല്ലാതെ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് എന്നാൽ അത് കച്ചവടം ചെയ്യാതെ അത് ഉണങ്ങി കരിഞ്ഞ് ആർക്കും, എന്നാൽ ഈ കരകുളത്തുള്ള പോലും അത്തമിടുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാതെ അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി വന്ന ശേഷം ഈ പൂവെല്ലാം ഇവിടെ കരിഞ്ഞ് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളതായ ഫണ്ട് ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവാക്കി. അങ്ങനെ ഇതെല്ലാം കണ്ട് വരുന്ന ഒരു ആൾക്കാർ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് കരകുളം നിവാസികൾ. ഉറപ്പായിട്ടും അത് കോൺഗ്രസിന് ഉപകാരം ഉണ്ടാവും, അത് വോട്ടായി മാറും. അവരുടെ ഒരു സ്നേഹം നമുക്കുണ്ട്. നമ്മൾ എവിടെ പോയാലും അവരുടെ ഒരു പിന്തുണ കോൺഗ്രസിനുണ്ട്. ഉറപ്പായും നമ്മൾ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ വരുന്ന 5 വർഷക്കാലം ഈ നെടുമ്പാറയിലെ ജനതയ്ക്ക് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ആകുക എന്നുള്ളതിനെ കുറിച്ച്? എല്ലാ സ്ഥാനാർത്ഥിമാരും അഭ്യർത്ഥന, അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രസ്താവന കൂടി ഇറക്കാറുണ്ട്. ഞാൻ എൻ്റെ വാർഡിലത്തെ ഈ പ്രസ്താവന ഇറക്കുന്നില്ല. കാര്യം എൻ്റെ പ്രസ്താവന എൻ്റെ വോട്ടർമാർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുകയല്ല. ഇവിടെ ഇത്രയും വർഷങ്ങളായി ഇവിടെ ഒരു അംഗൻവാടി ഇല്ല. അപ്പോൾ അംഗൻവാടി ഇല്ലാത്തതിന് നമ്മളെ വാർഡ് കോൺഗ്രസിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റമല്ല. ഈ കരകുളം പഞ്ചായത്തിൻ്റെ ഒരു കഴിവില്ലായ്മയാണ്. ഓരോ വാർഡിലും ഒരു അംഗൻവാടി, ഒരു കെട്ടിടം പോലും ഇല്ല. ഈ നെടുമ്പാറ വാർഡിൽ ഒരു അംഗൻവാടി കെട്ടിടം പോലും ഇല്ല എന്ന് പറയുന്നത് അത് ഇവിടുത്തെ 40 വർഷം കൊണ്ട് ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ കഴിവുകേട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവർ ഓരോരുത്തരും ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന അവരുടേതായ റോഡുകൾ, അല്ലെ അവരുടേതായ ആവശ്യങ്ങൾ എന്തായാലും എന്നെ തേടി, ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെ തേടി അവർക്ക് നടക്കേണ്ടി വരത്തില്ല. ഞാൻ പൂർണ്ണമായി അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. ഓക്കെ, അപ്പോൾ താങ്കൾ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ടൈമിൽ ഈ ഒരു വാർഡ് UDFൻ്റെ പ്രതിനിധിയാണ് വിജയിച്ചത്. അപ്പോൾ ആ ഒരു തുടർച്ചയായിട്ടാണ് 2ാം ടൈമിലേക്ക് താങ്കളെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്നാൽ കഴിഞ്ഞ ടൈമിൽ 5 വർഷം ഇവിടെ ഒരു മെമ്പറായി ഇരുന്നിട്ടും ഒരു UDF പ്രതിനിധിക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടോ ഒന്നും തന്നെ 40 വർഷമായി ഇവിടെ കടന്നു വരുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ആ ഒരു ഭരണസമിതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇനി തുടർന്ന് താങ്കൾ വീണ്ടും വിജയിക്കുകയും വരുന്ന ഭരണസമിതി ഇടതുപക്ഷം തന്നെ ആവുകയും ചെയ്യുകയാണ്. ഒരു ഉദാഹരണം പറയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതു തരത്തിൽ ഈ നാട്ടിലെ ജനതയെ ഒപ്പം നിർത്താനാകും? ഈ കരയുന്ന പിള്ളയ്ക്ക് പാലുള്ളൂ എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. എൻ്റെ വാർഡിന് എന്ത് വേണമെങ്കിലും അത് ആര് ഭരിച്ചാലും അത് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റും. അത് ഏത്
നിലയിൽ നിന്നായാലും അവർ അത് നല്ലൊരു വാർഡിലെ മുഴുവൻ ജനങ്ങളെ മുൻനിർത്തി ഒരു സമരമുറയിൽ കൂടെ ആയാലും എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ എനിക്ക് ഉറപ്പായി പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. താങ്കൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം ആലോചിക്കുന്നു. കഴിഞ്ഞ കുറേ കാലത്തെ താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വ്യക്തമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും വിവിധ വ്യക്തികളിൽ നിന്നും അറിഞ്ഞിട്ട് കൂടിയാണ് ന്യൂസ് ഇന്ത്യ ഇവിടേക്ക് താങ്കളെ തേടിയെത്തിയത്. കാരണം ഓരോ പഞ്ചായത്തിലെയും ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന സാധാരണക്കാരായ വ്യത്യസ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ ഞങ്ങൾ ഇൻ്റർവ്യൂ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ പഞ്ചായത്തിൽ നിന്നും കവർ ചെയ്യുന്ന ആദ്യത്തെ ആളാണ് താങ്കൾ. അതിൽ താങ്കൾ ജനകീയ പ്രശ്നങ്ങളിൽ വീഡിയോകളിലൂടെ, ലൈവുകളിലൂടെ സോഷ്യൽ മീഡിയകളിൽ സജീവമായി നിലകൊള്ളുകയും താങ്കളുടെ തന്നെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ കുറേ തെളിവുകൾ, ആ ഒരു മാതൃകകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതും താങ്കൾ പറഞ്ഞ വാചകവുമായി വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് താങ്കൾക്ക് ഈ നാടിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാകും. എന്നാൽ അത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ മറ്റൊരു ബാഹ്യശക്തി നിലനിന്നാൽ പോലും ജനകീയ സമര മുറകളിലൂടെ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. അത് ഏകദേശം ഞങ്ങൾക്കും അതിൻ്റെ ഒരു തീർച്ചപ്പെടലുണ്ട്, കാരണം താങ്കളുടെ മുൻകാല പ്രവർത്തനങ്ങൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണ നിലയിൽ ഈ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി വരുന്ന പുതുമുഖങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം സ്ഥിരമായി കണ്ടു ശീലിച്ച വളരെ പ്രായമേറിയ ആളുകളായിരുന്നു എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളായി വരുന്നത്. എന്നാൽ ഇത്തവണ വിപരീതമായി എല്ലാ പ്രദേശങ്ങളിലും യുവപ്രതിനിധികൾ, പുതുമുഖങ്ങൾ എന്നിവരെ UDF അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു യുവപ്രതിനിധിയായിട്ടാണ് താങ്കൾ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സമീപനം മുന്നോട്ട് വെച്ച താങ്കളുടെ പാർട്ടിയോട് താങ്കൾക്ക് ആ ഒരു പാർട്ടിയുടെ നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ ഒരു നല്ലൊരു നിലപാടാണ് എൻ്റെ പാർട്ടി ഈ തവണ. ഒരുപാട് മുമ്പ് സ്വീകരിച്ചിട്ടില്ല എന്നല്ല, ഒരുപാട് യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയ ഒരു പാർട്ടി തന്നെയാണ് എൻ്റെ പാർട്ടി. പക്ഷേ ഇത്തവണ കൂടുതൽ യുവാക്കൾക്ക് KSUവിൽ ഒരുപാട് ആൾക്കാർക്ക് ജില്ലാ പഞ്ചായത്ത് വരെ മത്സരിക്കാൻ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മത്സരിക്കാൻ അവസരം കൊടുത്തു. അതുപോലെ വാർഡുകളിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. KSU, യൂത്ത് കോൺഗ്രസ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് മത്സരിക്കാൻ, നേതൃത്വത്തിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി അവസരം കൊടുത്തു. ഞാൻ കഴിഞ്ഞ ടൈം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അത് മറ്റൊരു പഞ്ചായത്തിലായിരുന്നു. എന്നാൽ കൂടി ഇവിടെ ഇതെൻ്റെ സ്വന്തം പഞ്ചായത്താണ്. ഇവിടെ എനിക്ക് കൈപ്പത്തി ചിഹ്നം ലഭിച്ചു. പാർട്ടി എന്നിൽ ഏൽപ്പിച്ചത് വളരെ ഉത്തരവാദിത്തമാണ്. സാധാരണ A ക്ലാസ് വാർഡുകളെല്ലാം സീനിയർ നേതാക്കളാണ് മത്സരിക്കാറ്. പക്ഷേ എൻ്റെ പാർട്ടി എന്നെ വിശ്വസിച്ചാണ് ഈ ഒരു വാർഡ് ഏൽപ്പിച്ചത്. അവിടെ പാർട്ടി ആഗ്രഹിക്കുന്ന വിധം ഒരു നല്ലൊരു വിജയം ഉണ്ടാക്കാൻ എനിക്ക് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു യുവജന വിഭാഗത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? പ്രധാനപ്പെട്ട കായിക മേഖലയായിരുന്നാലും യുവാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെയാണ് മുന്നോട്ട് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോഴത്തെ യുവാക്കൾ കൂടുതലും PUBG, മറ്റുള്ള ഫോണിലുള്ള ഗെയിമുകൾ, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, ഇതെല്ലാം അതിനൊക്കെ പുറകെയാണ്. കാര്യം അവർക്ക് നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിലെ മുതലേ ക്രിക്കറ്റ് കളിക്കും, പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നു, വൈകിട്ട് വരെ, പിന്നെ വീട്ടിൽ വരും, പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം, കൂട്ടുകാരെ, ക്ലബ്ബുകൾ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിലോട്ട് പോയി. ലഹരിക്ക് പിറകെ പോകാതെ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമ്മൾ കളികളായിരുന്നു. കളികളും മറ്റ് കലാപരിപാടികളുമായിരുന്നു നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. ഇന്നത്തെ എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്നത് മറ്റ് രീതികളിലോട്ട് പോയി. പക്ഷെ അതിനൊന്നും മാറ്റി യുവാക്കൾക്ക് വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു 8 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനം ഞാൻ ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ കൊച്ചിലെ കൊടുക്കുന്നത്, ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു ക്ലാസ്സാണ്. അന്ന് അന്നക്കുട്ടി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ, കേരള UP സ്കൂളിലെ ടീച്ചർ എനിക്ക് തന്നൊരു ക്ലാസ്സാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ക്യാൻസർ വരും എന്നൊരു പടം, ചുണ്ടൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പടം എടുത്ത് കാണിച്ച് എനിക്ക് തന്നൊരു ക്ലാസ്സുണ്ട്. എനിക്ക് ഇന്ന് എൻ്റെ ഈ പ്രായത്തിലും ലഹരി ഒരു തുള്ളി പോലും ഉപയോഗിക്കാതെ ജീവിക്കാൻ ഇതുവരെയും പറ്റി. അപ്പോൾ ആ ഒരു മാതൃക മറ്റുള്ള കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെതായ ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ കളിസ്ഥലങ്ങൾ, നമ്മളെ പഞ്ചായത്തിൽ കളിസ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പം നമ്മളെ നെടുമ്പാറ വാർഡിൽ തന്നെ ഇപ്പം കുളങ്ങളും മറ്റുമൊക്കെ മണ്ണിട്ട് നമ്മൾ കെട്ടിക്കിടാൻ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പറ്റുമെങ്കിൽ അതെല്ലാം അതിനെയൊക്കെ ഒരു കളിസ്ഥലങ്ങളാക്കിയും മറ്റുമൊക്കെ മാറ്റാൻ വേണ്ടി എന്നെ ഗെയിമിന് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും, ഞാനൊരു ക്രിക്കറ്റും അതായത് കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ഗെയിം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവരെ കൂടെ നിന്ന് തന്നെയാണ് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ്.
ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന 6 മാസങ്ങൾക്കപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇവിടെ നിലവിലുള്ള ആ ഒരു ഭരണ സംവിധാനത്തിൻ്റെ LDFൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലമായ ഭരണ സംവിധാനത്തിന് വിപരീതമായ ജനവിധി എഴുത്തായിരിക്കുമോ എന്നുള്ളത് കൂടി ചോദിക്കുകയാണ്. ഉറപ്പായും കഴിഞ്ഞ തവണകളിൽ കിട്ടിയതുപോലെ ആയിരിക്കത്തില്ല പഞ്ചായത്തിൽ ഈ തവണ സീറ്റുകൾ കിട്ടുന്നത്. ഒത്തിരി സീറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ വോട്ട് അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷന് ആ വോട്ട് നിർണായകമാവുകയും ചെയ്യും. ആ കിട്ടുന്ന വാർഡുകളിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷൻ നമ്മൾ 100% സീറ്റുകൾക്ക് വിജയം നേടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ ഒരു വളരെയധികം തിരക്കുള്ള സമയത്ത് സഹകരിച്ചതിന് ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. അതുമാത്രമല്ല ഈ ഒരു വാർഡിൻ്റെ വികസന കുതിപ്പിന് വേണ്ടിയിട്ട് യുവാക്കൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു യുവസാരഥി വിജയിച്ച് വരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ന്യൂസ് ഇന്ത്യയുടെ എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.